ഓക്കെ ഡിയേഴ്സ്, സോ ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് ഇവിടെ തന്നിട്ടുണ്ട്. സീറോസ് കണ്ടോ, ഈ ഒരു ക്വസ്റ്റ്യൻ ഇതുപോലൊരു ക്വസ്റ്റ്യൻ തരും. എന്നിട്ട് നിങ്ങളോട് ചോദിച്ചിട്ടുള്ള എന്താണ്, ഫൈൻഡ് ദി സീറോസ് ഓഫ് ദി ഫോളോയിങ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. സോ ഈ സീറോസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ 9th തന്നെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ തന്നിട്ട് നിങ്ങളോട് ഫാക്ടറൈസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്ററിലൊക്കെ നമ്മളധികം ഫാക്ടറൈസേഷൻ മെത്തഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഏത് മെത്തഡാണ് യൂസ് ചെയ്യാം? സ്പ്ലിറ്റിംഗ് ദി മിഡിൽ ടേം മെത്തഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫാക്ടേഴ്സ്, അതിൻ്റെ സീറോസിനെ കണ്ടുപിടിക്കാം. ഓക്കെ, ആ ഒരു മെത്തഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഡിയേഴ്സ്, സോ ഇപ്പോൾ ഇതിൽ സ്പ്ലിറ്റ് ദി മിഡിൽ ടേം എന്നുള്ള മെത്തഡ് യൂസ് ചെയ്യുമ്പോൾ ചെയ്തിട്ട് നമ്മൾ സീറോസിനെ കണ്ടുപിടിച്ചു. അങ്ങനെ കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? വെരിഫൈ ദി റിലേഷൻ ബിറ്റ്വീൻ ദി സീറോസ് ആൻഡ് ദി കോഎഫിഷ്യൻസ്. അതാണ് നമ്മൾ നേരത്തെ ഈ ഒരു പാർട്ടിൽ നോക്കിയില്ലേ, ഇവിടെയുള്ള -b/a c/a എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് കണ്ടോ, ഇവിടെ തന്നിട്ടുള്ള ഇതാണ് ഇവർ തമ്മിലുള്ള റിലേഷൻ. ഈ റിലേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിച്ച രണ്ട് സീറോയും അതുപോലെ ഓൾറെഡി ഇവിടെ ഉള്ള കോഎഫിഷ്യൻ്റ് കണ്ടോ, അപ്പോൾ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഉണ്ട്, x² കോഎഫിഷ്യൻ്റ് ഉണ്ട്, ഇത് a ആണ്, ഇത് b ആണ്. ഇതൊക്കെ എന്താണെന്ന് നോക്കണം, കറക്റ്റായിട്ട് ഈക്വൽ ആവുന്നുണ്ടോ എന്നുള്ളത് വെരിഫൈ ചെയ്യണം. അതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, സോ ഫസ്റ്റ് സീറോനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. സീറോനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? സ്പ്ലിറ്റ് ദി മിഡിൽ ടേം മെത്തഡ്. പക്ഷേ എങ്കിൽ ഇതിനൊക്കെ മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എപ്പോഴും ഫസ്റ്റ് ക്വസ്റ്റ്യനെ തന്ന പാടെ ഇത് സ്റ്റാൻഡേർഡ് ഫോമിലാണോ ഉള്ളത് എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ഇപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് ഫോമിലാണോ ഇവിടെ ഉള്ളത്? ജസ്റ്റ് ചെക്ക് ചെയ്തേ ഇല്ല. ബിക്കോസ് നമുക്കറിയാം ax² + bx ആണ് ഫസ്റ്റ് നെക്സ്റ്റ് വരേണ്ടത് അല്ലേ. സോ bx കഴിഞ്ഞിട്ടാണ് c വരേണ്ടത്. പക്ഷേ ഇവിടെ bx കണ്ട 7x എന്നുള്ളത് ഇവിടെയാണുള്ളത്. സോ ഫസ്റ്റ് അതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആൻസർ എന്തായിട്ട് കിട്ടും? 6x² - 7x - 3 = 0 എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ, അപ്പോഴാണ് എന്നിട്ടാണ് നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യുന്നത്? ഇതിനെയാണ് സ്പ്ലിറ്റ് ദി മിഡിൽ ടേം യൂസ് ചെയ്ത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ടേമിൻ്റെ പ്രത്യേകത ജസ്റ്റ് നോക്കിക്കോ, ഇവിടെ നിന്ന് ഈ ഒരു ടേമിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ ആ രണ്ട് ടേംസും എങ്ങനെ ആയിരിക്കണം? അപ്പോൾ എനിക്കിവിടെ ഇതിന് പകരം ഏതെങ്കിലും രണ്ട് നമ്പർ കൊടുത്താൽ മതി അല്ലേ. 5 + 2 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ -5 + -2 എന്ന് കൊടുത്താൽ 7 ആണ്. എനിക്കതിനെ അങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യാം. പക്ഷേ അങ്ങനെ നമുക്ക് നടക്കില്ല. അതിന് മുമ്പ് ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതിനെ നമുക്കിവിടെ ആഡ് ചെയ്തിട്ട് എഴുതിയാൽ മതി. ഓക്കെ, ഏതോ രണ്ട് നമ്പേഴ്സ് ഉണ്ട്, നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ഏതോ രണ്ട് നമ്പേഴ്സ് ഉണ്ട്. ആ രണ്ട് നമ്പറിനെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എത്ര വന്നാൽ മതി? -7 വന്നാൽ മതി. പക്ഷേ എങ്കിൽ ആ സെയിം രണ്ട് നമ്പേഴ്സിനെ ഞാൻ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ആൻസർ കിട്ടാനുണ്ട്. വാട്ട്സ് ദാറ്റ് ആൻസർ? ഈ ലാസ്റ്റുള്ള c ആൻഡ് ഇവിടെയുള്ള 6 ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. സോ 3 6 എത്രയാണ്? 18 ആൻഡ് മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്. സോ ഈ രണ്ട് നമ്പേഴ്സ് ഞാനിവിടെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പോകുന്ന രണ്ട് നമ്പേഴ്സ് എനിക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ -18ഉം ആഡ് ചെയ്താൽ -7ഉം കിട്ടുന്ന നമ്പേഴ്സ് ആവണം. അപ്പോൾ ആ നമ്പേഴ്സിനെ എങ്ങനെ കണ്ടുപിടിക്കാം? അത് നമുക്ക് സിമ്പിളാണ്. -18 എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഫാക്ടേഴ്സ് നിങ്ങളെടുത്ത് എഴുതി നോക്കുക. സോ -18 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതൊക്കെ വരും? 6 3s 18 വരുന്നുണ്ട്. ഓക്കെ, എവിടെയെങ്കിലും ഒരിടത്ത് മൈനസ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അതുപോലെ 9 2s 18 വരുന്നത്, 18 × 1 18 വരുന്നുണ്ട് അല്ലേ. സോ ഇത്രയും ഫാക്ടേഴ്സാണ് ഇപ്പോൾ ഇതിന് 18 വരുന്ന ഫാക്ടേഴ്സ്. ഇനി മക്കൾസ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇതിലിപ്പോൾ ഞാൻ 6ഉം 3ഉം എടുത്തിട്ടുണ്ടെങ്കിൽ 6ൻ്റെ കൂടെ 6 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താകും? 3 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താകും? 9 ആകും. അങ്ങനെയല്ലേ. ഇനി ഏതെങ്കിലും ഒന്ന് സബ്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ 3 ആകും. ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു 7 കിട്ടാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ നിങ്ങളിത് എടുക്കണ്ട, അടുത്ത നമ്പറിലേക്ക് പോവുക. അടുത്ത നമ്പർ എന്താണ് തന്നിട്ടുള്ളത്? 9 and 2. സോ 9 2 ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 9 2 ആഡ് ചെയ്താൽ 11 ആണ്. പക്ഷേ സബ്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മളൊന്ന് സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയായി? 7 ആയിട്ട് ആൻസർ കിട്ടും. ആ 7 കിട്ടുമ്പോൾ ഇനിയാണ് നിങ്ങൾ നോക്കേണ്ടത്, ഇവിടെ -7 ആണ്. സോ ഈ 7ന് മൈനസ് വരണം എന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഗ്രേറ്റർ ഡിജിറ്റിനായിരിക്കണം മൈനസ്. അപ്പോഴല്ലേ ഇവിടെ 7 മൈനസ് ആയിട്ട് വരുള്ളൂ. അപ്പം -9 × 2 എന്ന് നോക്കുമ്പോൾ ഇവിടെയും -ഇൻറ്റു പ്ലസ് -18 കറക്റ്റായിട്ട് വരുന്നുണ്ട്. സോ നമ്മൾ എടുക്കേണ്ട രണ്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് നമ്പേഴ്സാണ്. ഏതൊക്കെയാണ്? -9 and 2. കണ്ടോ, -9 and 2. ഇപ്പോൾ നമ്മുടെ കണ്ടീഷൻ കറക്റ്റായിട്ട് വർക്ക് ആവുന്നില്ലേ? സോ ഇതാണ് നിങ്ങൾ എടുത്തിരിക്കേണ്ട നമ്പർ. അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വലിയൊരു ടാസ്ക് കഴിഞ്ഞ്. ഇനി നെക്സ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ 7xനെ മാറ്റിയിട്ട്, ഈ കംപ്ലീറ്റ് -7xനെ ഇവിടുന്ന് മാറ്റിയിട്ട് ഇപ്പം നിങ്ങൾ കണ്ടുപിടിച്ച നമ്പറിൻ്റെ കൂടെ x ഇട്ട് കൊടുത്തിട്ട് എഴുതണം. ഓക്കെ, സോ എങ്ങനെ എഴുതും? 6x² ഇവിടെ ഉണ്ട്, -3 ഇവിടെ ഉണ്ട്. സെൻറ്ററിലുള്ള ഇതിനെ ഫസ്റ്റ് മാറ്റി 9x ആക്കി. നെക്സ്റ്റ് എന്തുണ്ട്? പ്ലസ് 2x ആക്കി. -3 ഓൾറെഡി ഇവിടെ ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ,
ഇപ്പോൾ ഇത് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് സിമ്പിളാണ് ഈ രണ്ട് ടേംസിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ഓരോ ഗ്രൂപ്പായിട്ട് പിരിച്ചിട്ട് ഇനി ഇവിടുന്ന് കോമൺ ആയിട്ടുള്ളവർ കണ്ടോ, ഇവിടുന്ന് നെഗറ്റീവ് ഉണ്ട്, ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യുക, കോമൺ ആയിട്ടുള്ളവരെ പുറത്തെടുക്കാൻ പറ്റും. സോ ഇതിൽ നിന്ന് കോമൺ ആയിട്ട് ആരെയാണ് എനിക്ക് പുറത്തെടുക്കാനായിട്ട് കഴിയുക, ജസ്റ്റ് ഒന്ന് നോക്കിയേ, ആരെയാണ് നമുക്ക് പുറത്തെടുക്കാനായിട്ട് കഴിയുക എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ എക്സിനെ പുറത്തെടുക്കാൻ കഴിയും അല്ലേ, കാരണം ഇവിടെ 2 എക്സ് ഉണ്ട്, ഇവിടെ 1 എക്സ് ഉണ്ട്, സെറ്റാണ്. ഇനിയോ 6, 3, 9 ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള ആരാളാണ് 3. സോ 3നെ എനിക്ക് പുറത്തെടുക്കാൻ കഴിയും. സോ 3x പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ ബാലൻസ് ഇവിടെ ആരുണ്ടാകും, ഇവിടെ ഒരു 2x ഉണ്ടാവും അല്ലേ. 3 പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ 6 എന്ന് പറഞ്ഞാൽ 3 × 2 ആണ്. അപ്പോൾ 3നെ ഞാൻ പുറത്തെടുത്താൽ ബാലൻസ് 2 അവിടെ ഉണ്ടാകും. സോ 2x ഉണ്ട്, 1x നമ്മൾ എടുത്തിട്ടുള്ളൂ, ബാലൻസ് 1x മൈനസ് ഈ 9ൻ്റെ സ്ഥലത്ത് നോക്കിയാൽ 9 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് 3 × 3, അതിൽ നിന്ന് ഒരു 3നെ ഞാൻ എടുത്തത് -3 അവിടെ തന്നെ ഉണ്ടാകും. പ്ലസ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ഈ ബ്രാക്കറ്റിൽ വന്ന അതേ സാധനം തന്നെയാണ് നെക്സ്റ്റ് ബ്രാക്കറ്റിലും വരേണ്ടത്. പക്ഷേ ഇതിന് മുമ്പ് ഇവിടെ ഒരു സ്പേസിൽ ഒരു നമ്പർ നിങ്ങൾ എടുക്കണം. അപ്പോൾ ഏത് നമ്പറാണ് ഈ ബ്രാക്കറ്റിൽ ഇട്ടതിന് ശേഷം ഇവിടെ ഏത് നമ്പറാണോ എടുക്കേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ നമ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റാതെ പെട്ടെന്ന് ആൻസർ കിട്ടും കേട്ടോ. സോ ഇപ്പോൾ ഇവിടെ 2x -3 കറക്റ്റായിട്ട് ഇവിടെ ഉള്ളത് കൊണ്ട് എനിക്ക് ഇവിടുന്ന് +1നെ പുറത്തെടുത്താൽ മതി. ഓക്കെ, +1 ഇട്ട് കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. ഇനി മേ ബി ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ ഇവിടുത്തെ ആൻസറിൽ ഇവിടെ മൈനസും ഇവിടെ പ്ലസ്സും ആയിരുന്നെങ്കിലോ, അപ്പോൾ നിങ്ങൾ -1നെ പുറത്തെടുക്കണം, അപ്പോഴാണ് നിങ്ങളുടെ ആൻസർ കറക്റ്റായിട്ട് വരിക. ഓക്കെ, സോ അത് നല്ലപോലെ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യുക. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പണിയൊന്നുമില്ല. 3x എന്ന് പറയുമ്പോൾ എന്താകും, 3x ഉണ്ട് +1 ഉണ്ട്, ഇതൊരു ബ്രാക്കറ്റിലാക്കി. നെക്സ്റ്റ് ബ്രാക്കറ്റിൽ 2x ഉണ്ട് -3 ഉണ്ട്, ഇത് അടുത്തൊരു ബ്രാക്കറ്റിലാക്കി. കണ്ടോ, ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്തായിട്ട് കിട്ടും, 3x + 1 = 0. therefore x = 1 / 3 എന്നുള്ള ആൻസർ വരും. ഓക്കെ അല്ലേ. സോ +1 ഇങ്ങോട്ട് പോകുമ്പോൾ -1 ആയിട്ടുണ്ടാകും. സോ x = -1/3. ആൻഡ് അടുത്തതിലോ 2x - 3 = 0 എന്നുള്ളതാണ് അല്ലേ. സോ നമുക്ക് എക്സിൻ്റെ ആൻസർ എന്തായിട്ട് കിട്ടും, x = -3 ഇങ്ങോട്ട് പോകുമ്പോൾ +3, 2 ഡിവിഷനിൽ പോകും. സോ 3/2. ഈ 2 ആൻസറാണ് കണ്ടോ. ക്വാഡ്രാറ്റിക് ഈക്വേഷൻ ആകുമ്പോൾ എക്സിന് എന്തുണ്ടാകും, 2 ആൻസറുകൾ ഉണ്ടാകും. ഓക്കെ, ചിലപ്പോൾ ഒരേപോലത്തെ ആൻസർ ആയിരിക്കും, ചിലപ്പോൾ ഡിഫറെൻറ്റ് ആൻസർ ആയിരിക്കും, എന്തായാലും 2 ആൻസർ ഉണ്ടാകും. സോ ഈ 2 ആൻസർ വെച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യണം, ഇവർ തമ്മിലുള്ള റിലേഷനെ പ്രൂവ് ചെയ്യണം. അതാണ് നമ്മുടെ നെക്സ്റ്റ് ടാസ്ക്. ഓക്കെ, സോ നെക്സ്റ്റ് ടാസ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, സം ഓഫ് സീറോസ് എന്ന് കൊടുത്തിട്ട് നമ്മൾ ചെയ്യാണ്. സം ഓഫ് സീറോസ്. സോ സം ഓഫ് സീറോസ് എന്താണ്, നമുക്ക് ഓൾറെഡി അറിയാം, ആൽഫ + ബീറ്റ = -b / a. സോ ഇതിലുള്ള ABCD ഒന്ന് മക്കൾ ഇവിടെ ക്വസ്റ്റനിൽ നോക്കിയിട്ട് ഒന്ന് എടുത്ത് എഴുതി വെക്കുക കേട്ടോ. A എന്താണ് ഈ ക്വസ്റ്റനിൽ ഇവിടെ നമ്മൾ കറക്റ്റാക്കി എഴുതിയിട്ടുണ്ട്. A എന്താണ് 6 ആണ്, ഞാൻ ജസ്റ്റ് ഇവിടെ എടുത്ത് എഴുതി വെക്കാവേ. A 6 ആണ്, B = -7 ആണ്, C = -3 ആണ്. ഓക്കെ, ഞാനിവിടെ എടുത്ത് എഴുതി വെച്ചിട്ടുണ്ട്. സോ ഇപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് എനിക്കിത് കറക്റ്റായിട്ട് ചെയ്യാം. ആൽഫ + ബീറ്റ എന്നുള്ള സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ആൽഫ + ബീറ്റ കണ്ടുപിടിക്കുകയാണ്. എന്താണ് 1/3 ഉണ്ട്, -1/3 + 3/2. ഓക്കെ അല്ലേ. സോ ഇനി ഇതിനെ നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൽഫ + ബീറ്റയുടെ ആൻസർ എന്തായിട്ടാണ് കിട്ടുക, ഇതിനെ സോൾവ് ചെയ്യുകയാണ് നിങ്ങൾ. സോ ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആഡ് ചെയ്യാനൊന്നും പറ്റില്ല, കാരണം ഇവിടെ +ആണ് ഉള്ളത്. സോ ബട്ടർഫ്ലൈ മെത്തേഡ് എന്ന് പറയും നമ്മൾ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇതാക്കണ്ട, LCM എടുക്കുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഓക്കെ, സോ ഇപ്പോൾ നമ്മളിത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, 3 3s 9 ഉണ്ട്, -2 / 3 2s 6 കണ്ടോ. സോ ഇപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ എത്ര ആയിട്ട് വരും, 7 / 6 ആയിട്ട് വരും. ഇനി ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ കറക്റ്റായിട്ട് ആ ഒരു ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കിയാൽ -b/a. സോ മൈനസ് എന്നുള്ളത് ഫോർമുലയിലുള്ള മൈനസ് ഇട്ട് ആൻഡ് ബിയുടെ -7 ഇട്ടു, / എയുടെ വാല്യൂ 6. സോ ഇപ്പോൾ നിങ്ങളുടെ ആൻസർ എന്തായി, 7/6 കണ്ടോ. ഓ സോറി, അത് കണ്ടിട്ടില്ല അല്ലേ, സോറി കേട്ടോ. ഓക്കെ, സോ 9 / 2 = 6. സോ 7/6 എന്നുള്ള ആൻസർ 2 സ്ഥലത്തും ഈക്വൽ ആണ്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, പ്രോഡക്റ്റ് ഓഫ് സീറോസ്. സോ പ്രോഡക്റ്റ് ഓഫ് സീറോസ്. ഓക്കെ, പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്താണ്, ആൽഫ × ബീറ്റ = c / a. സോ ആൽഫ × ബീറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ കണ്ടുപിടിച്ച ഇതേ ആൻസർ ആണ് കേട്ടോ. എന്താണ്, -1/3 × 3/2 that is equal to c divided by a. എന്താണ് c എന്താണെന്ന് നോക്കി, ഇവിടെ -3 ഉണ്ട്, / a എന്താണ് 6. ഇനി നിങ്ങൾ ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കിയാൽ -1 × 3 is -3 / 3 2s 6 that is equal to -3/6. കണ്ടോ, ഇപ്പോൾ ഇത് രണ്ടും
ഈക്വൽ LHS = RHS രണ്ട് സ്ഥലത്തും ഈക്വൽ ആണ്, ഹെൻസ് വെരിഫൈഡ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമുക്ക് ആൻസർ കൊടുക്കാനായിട്ടുള്ള പണി. സോ സിമ്പിളായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നല്ലപോലെ ഒന്നുകൂടെ നോക്കിയിട്ട് ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വേറെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ഇതുപോലെ നിങ്ങൾക്ക് രണ്ട് നമ്പേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് കോമൺ ആയിട്ടുള്ളതിനൊക്കെ എടുത്ത് ഇതുപോലെ നെക്സ്റ്റ് ഫാക്ടേഴ്സ് ആക്കി എഴുതാൻ പറ്റുന്നുണ്ടോ. നമുക്ക് വേണ്ട കാര്യം അതുപോലെ രണ്ട് ബ്രാക്കറ്റിൽ ആൻസർ കിട്ടണം. ഓക്കെ ആണോ? അതാണ് നമുക്ക് വേണ്ട കാര്യം. അത് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്തെടുക്കുക. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റഡ്. ഇനി ഇത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കറക്റ്റ് ആവുള്ളൂ കേട്ടോ. നിങ്ങൾ വേറെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുക വേണം. പ്രാക്ടീസ് ചെയ്യാതെ മാത്സ് ഒരിക്കലും നമുക്ക് മാർക്ക് മേടിക്കാൻ പറ്റും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഓക്കെ മക്കൾസ്, എങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ബൈ.